ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളതിനാൽ ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. വേൾഡ് ടർട്ടിൽ ഡേ എന്നാണ്. വേൾഡ് ടർട്ടിൽ ഡേ എന്നാണ്. മെയ് 23-നാണ് ലോക ടർട്ടിൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ വേൾഡ് ടർട്ടിൽ ഡേ എന്ന് പറയുന്നത് മെയ് 23-നാണ് ആചരിക്കുന്നത്. ഇത് 2000 മുതലാണ് ഇത് ആചരിക്കുവാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പോൾ 2000 മുതലാണ് ഈ വേൾഡ് ടർട്ടിൽ ഡേ ആചരിക്കാൻ തുടങ്ങിയത്. അമേരിക്കൻ ടോർട്ടോയ്സ് റെസ്ക്യൂ ആണ്, ATR ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേൾഡ് ടർട്ടിൽ ഡേ ആചരിക്കുന്നത് അമേരിക്കൻ ടോർട്ടോയ്സ് റെസ്ക്യൂവിന്റെ നേതൃത്വത്തിലാണ് ഇത് ആചരിക്കുന്നത്. ഇനി അമേരിക്കൻ ടോർട്ടോയ്സ് റെസ്ക്യൂ അല്ലെങ്കിൽ ATRന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മാലിബു കാലിഫോർണിയയിലാണ്. അപ്പോൾ മാലിബു കാലിഫോർണിയയാണ് അമേരിക്കൻ ടോർട്ടോയ്സ് റെസ്ക്യൂവിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. 1990-ലാണ് ഈ ATR സ്ഥാപിതമായിരിക്കുന്നത്. 1990-ലാണ് ATR സ്ഥാപിതമായിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ആരാണ് ജമ്മു കാശ്മീർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ? അപ്പോൾ ജമ്മു കാശ്മീരിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. BR ശർമ്മയാണ് ഉത്തരം. അപ്പോൾ BR ശർമ്മയാണ് ജമ്മു കാശ്മീരിലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ബൈ നൗ പേ ലേറ്റർ. ബൈ നൗ പേ ലേറ്റർ എന്ന ഫിനാൻസിംഗ് സ്കീം കൊണ്ടുവന്നത് ആരാണ്? അപ്പൊ ആരൊക്കെ ചേർന്നാണ് ഈ പുതിയൊരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്? ബൈ നൗ പേ ലേറ്റർ എന്നുള്ള ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നിലവിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി സുസുക്കി ഇന്ത്യൻ ലിമിറ്റഡും അതുപോലെ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസിംഗ് കമ്പനി ലിമിറ്റഡും ടൈപ്പായി ചേർന്നുകൊണ്ട് അവരുടെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുവാൻ വേണ്ടിയാണ് ഈ പുതിയൊരു സ്കീം ബൈ നൗ പേ ലേറ്റർ എന്നുള്ള ഒരു സ്കീം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മാരുതി സുസുക്കിയും ചോളമണ്ഡലവും തമ്മിൽ ഇപ്പോൾ ടൈപ്പായി ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി മാരുതി സുസുക്കിയെ പറ്റി പറയുമ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് മാരുതി സുസുക്കി ഇന്ത്യൻ ലിമിറ്റഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ ശശാങ്ക് ശ്രീവാസ്തവയാണ് MDയും CEO എന്ന് പറയുന്നത്. അപ്പോൾ മാരുതി സുസുക്കിയുടെ ഇപ്പോഴത്തെ MDയും CEO എന്ന് പറയുന്നത് ശശാങ്ക് ശ്രീവാസ്തവയാണ്. അതേസമയം ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചെന്നൈയാണ്. അരുൺ അളഗപ്പനാണ് ഇവിടെ MD എന്ന് പറയുന്നത്. അപ്പോൾ ചോളമണ്ഡലം ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചെന്നൈയും അരുൺ അളഗപ്പനാണ് MD എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം. 2020 മെയ്യിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഹൈഡ്രോ കാർബൺ ഖനനത്തിന് അനുമതി നൽകിയ അസമിലെ ദേശീയോദ്യാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അസമിലെ ഏത് ദേശീയോദ്യാനമാണ് ഹൈഡ്രോ കാർബൺ ഖനനത്തിന് വേണ്ടി കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രാലയം അനുമതി കൊടുത്തിരിക്കുന്നത്? അസമിലെ പ്രശസ്തമായ നാഷണൽ പാർക്കായ സിബ്രു സൈക്കോവ നാഷണൽ പാർക്കാണ് ഇപ്പോൾ ഈ ഹൈഡ്രോ കാർബൺ ഖനനത്തിന് വേണ്ടി കേന്ദ്ര വനം വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. ഇനി അസമിനെ പറ്റി പറയുമ്പോൾ ദിസ്പൂർ ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ സർബാനന്ദ സോനോവാൾ ആണ് അവരുടെ ചീഫ് മിനിസ്റ്റർ. ജഗദീഷ് മുഖിയാണ് ഗവർണർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. ഫോർബ്സ് മാഗസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ കളിക്കാരി അല്ലെങ്കിൽ വനിതാ പ്ലെയർ ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ചോദ്യം ഇതാണ്. ഫോർബ്സ് മാഗസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ പ്ലെയർ ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നവോമി ഒസാക്കയാണ്. അപ്പോൾ ജപ്പാനീസ് ടെന്നീസ് പ്ലെയറായ നവോമി ഒസാക്കയാണ്, 22 വയസ്സുള്ള നവോമി ഒസാക്കയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന, വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന പ്ലെയർ എന്ന് പറയുന്നത്. നവോമി ഒസാക്ക ലോക 1-ാം നമ്പർ ടെന്നീസ് താരമാണ്. അതുപോലെ ജപ്പാനീസ് താരമായ ഈ താരത്തിന്റെ ഒരു വർഷത്തെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 284 കോടി രൂപയാണ്. അപ്പോൾ 284 കോടി രൂപയാണ് വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഇനി ജപ്പാനെ പറ്റി നമ്മൾ പറയുമ്പോൾ ജപ്പാനെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോക്കിയോ ആണ്. അല്ല, അബിൻ ഷിൻസെയാണ് അവരുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ജപ്പാനീസ് yen ആണ് കറൻസി എന്ന് പറയുന്നത്. ഇത് ഈ 3 കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം ചേർത്ത് പഠിക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന ബുക്കിന്റെ രചയിതാവ് ആരാണ്? മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന ബുക്കിന്റെ രചയിതാവ് എന്ന് പറയുന്നത് സൽമാൻ റുഷ്ദിയാണ്. അപ്പോൾ പ്രശസ്ത എഴുത്തുകാരനായ സൽമാൻ റുഷ്ദിയുടെ ബുക്കാണ് മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം. ഏഴാമത്തെ ചോദ്യം ഇതാണ്. ബ്രേക്ക് ദ സൈക്കിൾ, ജാഗ്രത 2020 എന്നീ ക്യാമ്പയിനുകൾ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ 2 ക്യാമ്പയിനുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്ന് ബ്രേക്ക് ദ സൈക്കിൾ,
മറ്റൊന്ന് ജാഗ്രത 2020. ഈ രണ്ട് ക്യാമ്പയിനുകൾ ഏത് അസുഖവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട് 2 ജില്ലകളിൽ ആരംഭിച്ച 2 ക്യാമ്പയിനുകളാണ് ഇത്. ഒന്ന് ബ്രേക്ക് ദ സൈക്കിൾ കൊല്ലം ജില്ലയിലും അതുപോലെ ജാഗ്രത 2020 എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലും ആരംഭിച്ച ക്യാമ്പയിനുകളാണ്. അപ്പോൾ നാഷണൽ ഡെങ്കി ഡേ എന്ന് പറയുന്നത് മെയ് 16-നാണ്. അപ്പോൾ മെയ് 16-നാണ് നാഷണൽ ഡെങ്കി ഡേ എന്നുള്ളത് ഓർക്കുക. ഇപ്പോഴത്തെ തീം എന്ന് പറയുന്നത് ഡെങ്കിപ്പനി നിയന്ത്രണത്തിന് പൊതുജന പങ്കാളിത്തം അനിവാര്യം എന്നുള്ളതാണ് ഈ നാഷണൽ ഡെങ്കി ഡേയുമായി ബന്ധപ്പെട്ടുള്ള തീം എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ബ്രേക്ക് ദ സൈക്കിൾ, ജാഗ്രത 2020 എന്നീ ക്യാമ്പയിനുകൾ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി 8ാമത്തെ ചോദ്യം, COVID-19 വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കറൻസി രഹിത യാത്രയ്ക്കായി KSRTC ആരംഭിച്ച പ്രീപെയ്ഡ് ഡിജിറ്റൽ കാർഡ് സംവിധാനം ഏതാണെന്നുള്ളതാണ്. ചലോ കാർഡാണ് അതിന്റെ ഉത്തരം. അപ്പോൾ KSRTCയിൽ COVID-19 പശ്ചാത്തലത്തിൽ പ്രീപെയ്ഡ് ഡിജിറ്റൽ കാർഡ് സംവിധാനമാണ് വരുന്നത്. അപ്പോൾ വിത്തൗട്ട് ടിക്കറ്റ്, ഇപ്പോൾ നമുക്ക് കറൻസി കൊടുക്കാതെ തന്നെ ഇപ്പോൾ ചെറിയ സ്മാർട്ട് കാർഡുകൾ പോലെയുള്ള ATM കാർഡുകൾ പോലെയുള്ള ചലോ കാർഡ് എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ KSRTC വരുന്നുണ്ട്. അപ്പോൾ ചലോ കാർഡാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന പ്രീപെയ്ഡ് ഡിജിറ്റൽ കാർഡ് സംവിധാനം. ഇനി അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം ഇതാണ്, ഇന്റർനാഷണൽ ഡേ ടു എൻഡ് ഒബ്സ്റ്റെട്രിക് ഫിസ്റ്റുല എന്നാണ്. അപ്പോൾ എന്നാണ് ഇന്റർനാഷണൽ ഡേ ടു എൻഡ് ഒബ്സ്റ്റെട്രിക് ഫിസ്റ്റുല? മെയ് 23-നാണ് ഈ ദിവസം ആചരിക്കുന്നത്. അപ്പോൾ എൻഡ് ഒബ്സ്റ്റെട്രിക് ഫിസ്റ്റുല എന്ന് പറയുമ്പോൾ ഗർഭാശയ മുഴ നീക്കം ചെയ്യുന്നതിന്, ഗർഭാശയ മുഴ, ഒബ്സ്റ്റെട്രിക് ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ഗർഭാശയ മുഴ എന്നാണ് അർത്ഥം. ഇപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എൻഡ് ജെൻഡർ ഇൻ ഇക്വാലിറ്റി, എൻഡ് ഹെൽത്ത് ഇൻ ഇക്വിറ്റീസ്, എൻഡ് ഫിസ്റ്റുല നൗ. അപ്പോൾ ഇതിന്റെ ഇന്റർനാഷണൽ ഡേ ടു എൻഡ് ഒബ്സ്റ്റെട്രിക് ഫിസ്റ്റുലയുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എൻഡ് ജെൻഡർ ഇൻ ഇക്വാലിറ്റി, എൻഡ് ഹെൽത്ത് ഇക്വിറ്റീസ്, എൻഡ് ഫിസ്റ്റുല നൗ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് UN ആണ്. UN പോഷക സംഘടനയായ UNFPA ആണ്. UNFPA എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ ഫണ്ട്സ് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ UN പോഷക സംഘടനയായ UNFPA ആണ്. യുണൈറ്റഡ് നേഷൻ ഫണ്ട്സ് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ് ആണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇനി UNFPA ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് ആണ്. അവരുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ നതാലിയ കാനിം ആണ്. ഡോക്ടർ നതാലിയ കാനിം ആണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ന്യൂയോർക്ക് ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. 2013 മുതലാണ് ഇന്റർനാഷണൽ ഡേ ടു എൻഡ് ഒബ്സ്റ്റെട്രിക് ഫിസ്റ്റുല ആചരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2020 മെയ്യിൽ SSLC +2 ക്ലാസ്സുകളിലെ നടക്കാനുള്ള പരീക്ഷകളുമായി ബന്ധപ്പെട്ട വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയിരുന്ന പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടി ഏത് എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം, ഈ 2020 മെയ്യിൽ ഇനി നടക്കാൻ പോകുന്ന SSLC +2 പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടിയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു പരീക്ഷാ പരിശീലന പരിപാടിയാണ് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, COVID-19 രോഗികളുടെ ഓക്സിജൻ ലെവൽ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി കർണാടക ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയുടെ പേര് എന്ത് എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി, COVID-19 രോഗികളുടെ ഓക്സിജൻ ലെവൽ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടി കർണാടക ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന പദ്ധതി എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം വീഡിയോയുടെ തൊട്ട് താഴെ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യുക. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ഡെയിലി 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.